കർണാടക നടി രന്യ റാവുവിനെ എയർപോർട്ടിൽ വെച്ച് DRI അറസ്റ്റ് ചെയ്തു. ഏകദേശം 14.5 കിലോ സ്വർണം അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അതുകൂടാതെ അവർ 800 ഗ്രാം സ്വർണം ആഭരണങ്ങൾ ധരിച്ചിരുന്നു. അവർ ഒരു ബെൽറ്റ് അരയിലിട്ടിരുന്നു, ഒരു ജാക്കറ്റ് ഇടുമായിരുന്നു. അങ്ങനെയാണ് അവർ യാത്രയിലെ വേഷം ധരിച്ചിരുന്നത്. അത് DRIക്ക് ഒരു സംശയം തോന്നാൻ കാരണം കഴിഞ്ഞ വർഷം ഏകദേശം 30 തവണ ഇവർ യാത്ര ചെയ്തിരിക്കുന്നു ദുബായിക്ക്. ഓരോ പ്രാവശ്യം യാത്ര ചെയ്തപ്പോൾ അവർ ആ CCTV ദൃശ്യങ്ങളൊക്കെ നോക്കി ഒരേ വേഷം, ജാക്കറ്റ്, ബെൽറ്റ്. എന്തിനാണ് അവർ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്? അവർ കർണാടകയിലെ ഒരു നടിയാണ് രന്യ റാവു. അവർ 2014 മാണിക്യ എന്ന ഒരു സിനിമയിലാണ് അവർ ആദ്യമായി നടിയായി വന്നത്. ഇപ്പം കർണാടകയിലെ ഒരു DGPയുടെ മകളാണ്. ഇദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയിലെ ആദ്യ വിഭാഗത്തിലെ മകളാണ് രന്യ. 31 വയസ്സുണ്ട്. 2004 മാസം മുമ്പ് അവർ വിവാഹം കഴിച്ചു. അതിനുശേഷം യാത്ര കൂടി. ഇപ്പം മനസ്സിലാകുന്നത് ഓരോ യാത്രയ്ക്കും അവർ കൊണ്ടുവരുന്ന സ്വർണത്തിന് അതിന് 1 ലക്ഷം രൂപ ഇവർക്ക് കൊണ്ടുവരുന്നതിന് കൂലിയായിട്ട് കൊടുക്കുന്നു എന്നാണ്. 30 പ്രാവശ്യം വന്നെങ്കിൽ 30 ലക്ഷം രൂപ അവർ 1 വർഷം കൊണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു. അത് തന്നെയല്ല, ഇവർ ഈ 30 പ്രാവശ്യവും പോയി വന്നപ്പോൾ കഴിഞ്ഞ 2024 30 പ്രാവശ്യം പോയി വന്നതെല്ലാം ഒരേ വേഷം, ജാക്കറ്റും ബെൽറ്റും ഒക്കെ ധരിച്ചാണ്. അത് സ്വർണം കടത്തുന്നതിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. എന്തായാലും കർണാടകയിലെ DGP ആയ IPS ഉദ്യോഗസ്ഥനായ അദ്ദേഹം കർണാടക സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് വേറെ ചില കമ്പനികളുടെ സർക്കാർ കമ്പനിയുടെ ചെയർമാനും ആക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ 2ാം ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ കുട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ കുട്ടിയാണെന്ന് പറയാനൊക്കില്ല, എങ്കിലും മകളാണെന്ന് പറയാനൊക്കുള്ളൂ. രന്യ റാവു എന്നാണ് പേര്. തിങ്കളാഴ്ച കഴിഞ്ഞ 3-ാം തീയതി തിങ്കളാഴ്ച ഇവർ എമിറേറ്റ്സ് വിമാനത്തിലെ കമ്പഗൗഡ എയർപോർട്ടിൽ വന്നിറങ്ങി. നേരത്തെ മുതൽ DRI സംശയത്തിൽ ഇവരെ നിർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും അവർ പലതും പറഞ്ഞു വരട്ടി. കാരണം DGPയുടെ മകളാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവരുടെ യാത്രയിൽ സംശയം തോന്നിയത് കൊണ്ടാണ് DRI ഇവർ വന്നപ്പം സെർച്ച് ചെയ്തത്. 14.5 കിലോ സ്വർണം അവരുടെ ശരീരത്തിൽ നിന്ന് എടുത്തു. അത് ഏകദേശം 12.5 കോടി രൂപയുടെ സ്വർണമാണ്. അത് കൊണ്ടു കൊടുത്താൽ ഇവർക്ക് 1 ലക്ഷം രൂപ കിട്ടും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അവർ സ്വന്തമായിട്ട് സ്വർണ്ണ കച്ചവടം ആണോ നമുക്കറിയില്ല. ഇങ്ങനെ വന്നാലും ശരി, ഇവരെ ഈ സ്വർണം ആർക്ക് കൊടുക്കുന്നു? ആരാണ് ഇവരെ ഇതിനായിട്ട് നിയോഗിച്ചത്? ഇവർക്ക് ഈ സ്വർണം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏത് കച്ചവടക്കാരാണ്, അല്ലെങ്കിൽ ഏത് സിനിമാ നടന്മാരാണ് ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. എങ്കിലും ഇവരുടെ അറസ്റ്റോടുകൂടി ഏകദേശം 30 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ ഇവർ 100 കിലോ സ്വർണം എങ്ങനെ പോയാലും കടത്തിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യം കടത്തുമ്പം അത് പിടിക്കപ്പെട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം അല്പം കൂടെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പോൾ ഏകദേശം 14 കിലോ സ്വർണമാണ് അവർ ഈ ബെൽറ്റിനായിട്ട് സൂക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. DRIയുടെ നല്ലൊരു കാച്ചാണ്. പ്രത്യേകിച്ച് ഒരു സിനിമാ നടിയാണ്, അറിയപ്പെടുന്ന സിനിമാ നടിയാണ് രന്യ. അതുവരെ 4 മാസം മുമ്പ് അവർ വീണ്ടും വിവാഹം കഴിച്ചിരിക്കുന്നു. അത് തന്നെയല്ല, അവർക്ക് സിനിമാ ഫീൽഡിൽ മാത്രമല്ല പോലീസിലും, കാരണം DGP റാങ്കിലുള്ള ഒരു പിതാവുണ്ട്. അപ്പം അങ്ങേർക്ക് മകളായതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്തിട്ടാണ് ഇതുപോലെയുള്ള സ്വർണ്ണക്കടത്തിൽ ഇവർ മുതിർന്നത്. എന്തായാലും അവരെ കോടതിയിൽ ഹാജരാക്കി അവരെ റിമാൻഡ് ചെയ്ത് 3 ദിവസത്തെ കസ്റ്റഡിയിലേക്ക് DRI വാങ്ങിക്കുകയും ചെയ്തു.